വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇന്നിവിടെ യാദൃശികമായാണ് എത്തിയത്. ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുവിന്റെ പാദസ്പർശമേറ്റ പുണ്യാശ്രമമാണ് ഇവിടം. കാലം മാറിയിട്ടും ആത്മാവിനെ നഷ്ടപ്പെടാതെ ആശ്രമം പുതുജീവൻ നേടിയിരിക്കുന്നു. ഗുരു ജീവിച്ച ആശ്രമത്തിന്റെ ആത്മാവ് അതേപടി നിലനിർത്തിയിരിക്കുന്നു. ചുറ്റിലും ഗുരുവിന്റെ സന്ദേശങ്ങൾ പകർന്ന് ചരിത്രത്തെ കാത്തുസൂക്ഷിക്കുന്നു. ഇവിടെയുണ്ട് ഒരു മുത്തശ്ശിപ്ലാവ്. കാലത്തിന്റെ നിശബ്ദ സാക്ഷിയായി ചരിത്രം പറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിച്ചിരിക്കുന്ന പാഠപുസ്തകം പോലെ. ചുറ്റിലും ധാരാളം മരങ്ങൾ, പക്ഷികൾ, മൃദുലമായ ശബ്ദങ്ങൾ. നഗരത്തിന്റെ ശബ്ദകോലാഹലങ്ങൾ വിട്ടുമാറി മനസ്സിന് ആശ്വാസം നൽകുന്ന അത്യന്തം ശാന്തമായ അന്തരീക്ഷം. കേരളത്തിന്റെ പല ദേശങ്ങളിൽ നിന്നായി നിരവധി തീർത്ഥാടകർ ഇവിടെ എത്തുന്ന കാഴ്ച. ആത്മീയതയ്ക്ക് ജാതിയോ മതമോ ഇല്ലെന്ന് ഓർമ്മിപ്പിക്കുന്ന കാഴ്ച. ആശ്രമത്തിന്റെ ഒരു കോണിൽ ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകം ഫലകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. ഒരു ദൈവം, ഒരു മതം, ഒരു ജാതി മനുഷ്യന് എന്ന് ലോകത്തോട് പറഞ്ഞ ഗുരുവിന്റെ വാക്കുകൾ. ദൈവദശകം വാക്കുകൾ മാത്രമല്ല, അത് മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഒരു ആത്മീയ ദർശനമാണ്. ചെമ്പഴന്തി ആശ്രമം ഒരു സന്ദർശന സ്ഥലം മാത്രമല്ല, അത് ചിന്തിക്കുന്നവർക്ക് ഒരു പാഠശാലയും, പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു അഭയസ്ഥലവും, മനുഷ്യനാകാൻ ശ്രമിക്കുന്നവർക്ക് ഒരു മാർഗദീപവുമാണ്.